പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ താൻ ഗർഭിണിയായിട്ട് പോലും അഭി മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ചുറ്റിയടിച്ച് കറങ്ങി നടക്കുന്നതെല്ലാം തന്നെ നവ്യ കാണാണ്. എന്നിട്ട് നവ്യ അത് വീഡിയോ ആയിട്ട് പകർത്തിക്കൊണ്ട് തന്നെ മുത്തശ്ശന് നേരിട്ട് പോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നവ്യ ചോദിക്കുന്നുണ്ട്, ഇനിയും ഞാൻ ഈ വീട്ടിൽ തന്നെ കഴിയുന്നതിൽ എന്തർത്ഥമാണുള്ളത് മുത്തശ്ശ? ഞാൻ ഇനി ഒരിക്കലും ഇവിടെ കടിച്ചു തൂക്കി നിൽക്കുന്നില്ല. ഞാനിനി എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. എന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട് എന്ന കാര്യം പോലും ഓർക്കാതെയാണ് അഭി ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്റെ കുഞ്ഞിന്റെ കാര്യം പോലും ഓർക്കാതെയാണല്ലോ മുത്തശ്ശ അഭി ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. എന്നാൽ നവ്യ സങ്കടപ്പെട്ട് കരയുന്നത് കണ്ടുകൊണ്ട് തന്നെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട്, നവ്യ മോൾ ഈ തറവാട് വിട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല. മോളുടെ വയറ്റിൽ വളരുന്നത് ഈ അനന്തപുരി തറവാട്ടിലെ പേരക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ മോളെ ഞാൻ ഇവിടെ നിന്നും എങ്ങോട്ടേക്കും പറഞ്ഞയക്കുന്നില്ല എന്നൊക്കെ പറയട്ടെ മുത്തശ്ശൻ. അതിനുശേഷം മുത്തശ്ശൻ വീട്ടിലെ എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, എനിക്ക് പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങൾ എല്ലാവരെയും അറിയിക്കാനുണ്ട്. ഇവിടുത്തെ മൂത്ത മരുമകളായിട്ടുള്ള നയനമോളെ ഞാൻ നമ്മുടെ കമ്പനിയിലെ മെയിൻ ഡിസൈനർ ആക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ മരുമകളായിട്ടുള്ള നവ്യമോളെ ഞാൻ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കി കഴിഞ്ഞു എന്ന് പറയട്ടെ മുത്തശ്ശൻ. എന്നാൽ മുത്തശ്ശന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് നവ്യക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. ഇതും കേട്ടുകൊണ്ട് തന്നെ ദേവയാനി പറയുന്നുണ്ട്, അതേതായാലും നന്നായി അച്ഛാ. നവ്യയുടെ വയറ്റിൽ വളരുന്നത് ഇവിടുത്തെ പേരക്കുട്ടിയല്ലേ? അവളുടെ ഭർത്താവ് അഭിയാണെങ്കിൽ ഇതുവരെയായിട്ടും അവന്റെ കുഞ്ഞിനെ പോലും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നവ്യക്ക് വേണ്ടിയിട്ട് ഇതെങ്കിലും നമ്മൾ വീട്ടുകാരെ ചെയ്യണ്ടേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവയാനി. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നയൻ എങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്ക് ഒത്തിരിയധികം സന്തോഷമായി മുത്തശ്ശ. ഞാനിപ്പോൾ ഡിസൈനറായിട്ട് കമ്പനിയിലേക്ക് പോകാൻ തുടങ്ങി. അതെനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഒത്തിരിയധികം സന്തോഷമുള്ള കാര്യമാണ് മുത്തശ്ശൻ ഇപ്പൊ ചെയ്തത്. എന്റെ ചേച്ചിക്ക് കിട്ടിയ ഈ ഒരു അംഗീകാരമാണ് എന്നെ കൂടുതൽ സന്തോഷവതിയാക്കുന്നത് എന്നൊക്കെ പറയട്ടെ നയന. എന്റെ ചേച്ചി എന്നേക്കാൾ നല്ല നിലയിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. എന്താണെങ്കിലും എനിക്ക് ഒത്തിരിയധികം സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു നിൽക്കായിരിക്കട്ടെ നയന. എന്നാൽ നയനയുടെ വാക്കെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അനാമികക്കും രേവതിക്കും ഭയങ്കര അങ്ങ് ദേഷ്യം വരും. ഇതെല്ലാം കണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അനാമികനെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ ഇവിടുത്തെ രണ്ട് മരുമക്കൾക്കും ജോലിയും സ്വർണവും സ്ഥാനവും എല്ലാം കൊടുത്തു. ഞാനെന്താ ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ? എന്നിട്ട് മുത്തശ്ശൻ എന്താ എനിക്കൊന്നും തരാത്ത? ഇതുപോലെ എന്തെങ്കിലും ഒരു ഓഫർ മുത്തശ്ശൻ എനിക്ക് തന്നോ? എന്താ മുത്തശ്ശ എന്നോട് മാത്രം ഇങ്ങനെ പക്ഷാഭേദം കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ അനാമിക. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞിട്ട്, അനാമിക മോള് ഞാൻ അങ്ങനെ ഒന്നും തന്നിട്ടില്ല എന്ന് മാത്രം പറയരുത്. ദേവേനി പറഞ്ഞിട്ട്, അനാമിക മോളെ നീ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയപ്പോ തന്നെ നിനക്ക് ഒത്തിരിയധികം സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ ഞാൻ തന്നില്ലേ? നയനമോളും നവ്യമോളും ഈ വീട്ടിലേക്ക് മരുമക്കളായിട്ട് കയറി വന്നതിന് ശേഷം ഒരു തരി സ്വർണ്ണം പോലും ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മൂർത്തി ജ്വല്ലറിയിലെ സ്വർണം കിട്ടിയിട്ട് വേണോ അനാമിക മോൾക്ക് ജീവിക്കാൻ? നിന്റെ അച്ഛന്റെ കയ്യിൽ തന്നെ പിടിപ്പത് സ്വർണവും പണവും എല്ലാം ഉണ്ട്. പിന്നെ അനാമിക മോൾക്ക് എന്തിനാ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി. ഇതും കേട്ടുകൊണ്ട് തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ച് എന്റെ മോൾക്ക് കമ്പനിയിൽ ഒരു ജോലി കൊടുത്താൽ അതിലെന്താ തെറ്റുള്ളത്? എന്താ എന്റെ മോൾ അനാമിക മോൾക്ക് അതിനൊന്നുള്ള അർഹതയില്ലേ? പിന്നെ ഈ നിൽക്കുന്ന നവ്യക്കാണോ അതിനൊക്കെയുള്ള യോഗ്യതയുള്ളത്? അപ്പൊ നവ്യ പറഞ്ഞിട്ട്, അതെ, ഈ തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി ജനിക്കുന്നത് എന്റെ വയറ്റിലൂടെയാണ്. അതുകൊണ്ട് ആ യോഗ്യതയൊക്കെ മതി എനിക്ക് ഈ ജോലി തരാനായിട്ട്. മൂർത്തി ജ്വല്ലറിയിൽ ഒരു ജോലി നേടാൻ മാത്രം യാതൊരു യോഗ്യതയും അനാമികക്കില്ല എന്നൊക്കെ പറയട്ടെ നവ്യ. ഇത് കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, അനാമിക മോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു അമ്മയാവണം. എങ്കിലേ അനാമിക മോൾക്കും മൂർത്തി ജ്വല്ലറിയിൽ ഒരു അവകാശം കിട്ടുള്ളൂ. നവ്യമോളുടെ കാര്യത്തിൽ ഞാൻ എടുത്ത തീരുമാനത്തിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല. അതേതായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് പോവും. അവരവിടെ നിന്നങ്ങ് പോയതിനു ശേഷം രേവതി ഇങ്ങനെ അനാമിക മോളോട് ചോദിക്കുന്നത്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ മോളെ, നീ എങ്ങനെയെങ്കിലും ആ അനിയെ സ്നേഹിച്ചു തുടങ്ങാൻ. നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമിച്ചൊരു ജീവിതം തുടങ്ങിയിരുന്നെങ്കിൽ നീയും ഇപ്പൊ ഒരു അമ്മയായേനെ. ഇപ്പൊ നീ തന്നെയാണ് ഇവിടെ പരാജയപ്പെട്ടു പോയേക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ കമ്പനിയിലെ എല്ലാ അവകാശങ്ങളും ചേച്ചിയും അനിയത്തെയും കൂടി നേടിയെടുക്കാൻ തുടങ്ങിയത്. ഇനി നിനക്ക് ഒന്നും കിട്ടില്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിൽക്കുന്ന സമയം കൊണ്ട് ഇവിടെ നിന്നും കുറച്ചധികം സ്വർണ്ണാഭരണങ്ങളും പണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നതാ നല്ലത് എന്നൊക്കെ ഉപദേശിച്ചു കൊടുക്കാട്ടോ രേവതി. പിന്നീട് കാണിക്കുന്നത് നയൻ അങ്ങനെ ബെഡ്റൂമിൽ ഇരിക്കുന്ന സമയത്തിന് ആദർശ് വന്നിട്ട് ഇങ്ങനെ നയനയോട് പറയുന്നുണ്ട്, ഇന്നൊരു പാർട്ടി ഉണ്ട് നയനെ, നിനക്ക് വേണ്ടിയിട്ട് പാർട്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ പുതിയൊരു സാരി വാങ്ങിച്ചിട്ടാ വന്നേക്കുന്നത്. എന്നിട്ട് ആ ഒരു സാരി കാണിച്ചു കൊടുത്തന്നെ പറയുന്നുണ്ട്, ഇന്നത്തെ പാർട്ടിക്ക് നീ ഈ സാരി ഉടുത്താൽ മതി. ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരും. അങ്ങനെ ആദർശ് ആ ഒരു സാരി സ്നേഹത്തോടു കൂടി തന്നെ നയനയുടെ കൈകളിലേക്ക് കൊടുക്കുന്ന സമയത്തിന്റെ നയനക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ ഇതെല്ലാം തന്നെ ഒഴിഞ്ഞു മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അനാമികയും രേവതിയും. നയനാണെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു സാരിയും സ്വീകരിച്ചുകൊണ്ട് തന്നെ അതങ്ങനെ ബെഡിൽ നിവർത്തി വെച്ചുകൊണ്ട് തന്നെ നേരെ കിച്ചണിലേക്ക് പോവാണ്. ആദർശേട്ടനുള്ള ഫുഡ് ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ സാരി അവിടെ വെച്ചുകൊണ്ട് തന്നെ നയന നേരെ കിച്ചണിലേക്ക് പോകുന്നത്.
എന്നാൽ നയന അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം അനാമികയും രേവതിയും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നയനയുടെ ബെഡ്റൂമിലേക്ക് കയറുന്നുണ്ട്. ആദർശ് നയനക്ക് വാങ്ങിച്ചു കൊടുത്ത ആ ഒരു സാരി കാണുന്ന സമയത്തിന് അനാമികയുടെ രേവതിയുടെ കണ്ണങ്ങ് തള്ളിപ്പോവാണ്. എന്നിട്ട് രേവതി ഇങ്ങനെ അനാമികയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ അനാമികയെ, ആ പാർട്ടിക്കെങ്ങാനും നയന ഈ സാരി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും അവളോട് സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ അങ്ങ് പുകഴ്ത്തി വാഴ്ത്തി സംസാരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നൊരിക്കലും അവൾ ഈ സാരി ഉടുത്ത് പാർട്ടിക്ക് പോകാൻ പാടില്ല. അപ്പൊ അനാമികയും പറയുന്നുണ്ട്, അതേ അമ്മ, അവൾ അങ്ങനെ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് ഈ സാരി എടുത്തുകൊണ്ടൊന്നും പാർട്ടിക്ക് പോവണ്ട. ഇനിയിപ്പൊ അതിനെന്താ നമ്മൾ ചെയ്യാമേ? എനിക്കും ഒരു ഭർത്താവുണ്ടല്ലോ അനി. അവൻ ഇന്നേ വരെ എന്നെ ഒരു പാർട്ടിക്ക് പോലും കൊണ്ടുപോയിട്ടില്ല. എനിക്കില്ലാത്ത സൗഭാഗ്യം ഏതായാലും അവൾക്ക് കിട്ടണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാരി അങ്ങ് നശിപ്പിച്ച് കളയാമമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ സാരിയും എടുത്ത് അവിടെ നിന്നങ്ങ് പോവാട്ടെ അനാമിക. എന്നിട്ട് ആരും കാണാതെ ആ സാരി എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നതിനു ശേഷം സാരി അങ്ങ് കത്തിച്ച് നശിപ്പിച്ച് കളയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ദേവയാനി അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്തിന്റെ സാരി കത്തിക്കുന്നതെല്ലാം തന്നെ ദേവയാനി കാണാണ്. ഇതും കണ്ടുകൊണ്ട് തന്നെ ദേവയാനി ചോദിക്കുന്നത്, എടി ദുഷ്ട രാക്ഷസികളെ, നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? എന്റെ മരുമകളുടെ സാരിയല്ലേ ഇവൾമാര് കത്തിക്കുന്നത്? ആദർശ് പാവം കഷ്ടപ്പെട്ട് നയനമോൾക്ക് വേണ്ടി വാങ്ങിച്ച സാരിയല്ലേ ഇത്? എന്തായാലും ഇവരെ ഞാൻ അങ്ങ് വെറുതെ വിടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാട്ടോ ദേവയാനി. എന്നിട്ട് നേരെ നയനയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്തിന് നയനയാവട്ടെ തനിക്ക് ആദർശേഷൻ സമ്മാനിച്ച ആ ഒരു സാരി കാണാതെ വിഷമിച്ചിങ്ങനെ ഇരിക്കായിരിക്കും. ദേവേനി വന്നിട്ട് ഇങ്ങനെ നയനോട് പറഞ്ഞിട്ട്, നയനമോടെ നീ വിഷമിക്കാതിരിക്ക്, നീ തിരിച്ചു വരുമ്പോഴേക്കും സാരിയൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചോളാം. ഇപ്പൊ ഏതായാലും നിങ്ങൾക്ക് പാർട്ടിക്ക് പോവാൻ സമയമായില്ലേ, നീ ആദർശിനെ കൂട്ടിയിട്ട് പാർട്ടിക്ക് പോവാൻ നോക്ക്. ഇന്ന് പാർട്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ നിനക്കൊരു പുതിയ ചുരിദാർ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയട്ടെ ദേവയാനി. ഇതാണ് ചുരിദാർ, ഇതിട്ടാ മതി നീ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് ആ ഒരു പുതിയ ചുരിദാർ നയനയുടെ കൈകളിലേക്ക് കൊടുക്കും. അങ്ങനെ ആ ഒരു ചുരിദാർ നോക്കുന്ന സമയത്തിന് നയനക്കത് ഭയങ്കര ഇഷ്ടാവാണ്. എന്നിട്ട് ഇത് അമ്മയാണോ വാങ്ങിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ദേവേനി പറഞ്ഞിട്ട്, അതേ മോളെ, ഇത് എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണെന്നൊക്കെ പറയും. അങ്ങനെ പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചുരിദാർ മാറ്റാൻ അകത്തേക്ക് അങ്ങ് കയറി പോവട്ടെ നയന. ഇതേ സമയത്തിന് അനാമികയെ രേവതി ഇങ്ങനെ കുശുമ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ, ഇന്ന് ഏതായാലും അവൾ ആ പാർട്ടിക്ക് പോവില്ല. ആദർശയായിട്ട് സമ്മാനിച്ച ആ ഒരു വില കൂടിയ സാരി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ ഏതെങ്കിലും പഴഞ്ചൻ സാരി എടുത്തിട്ട് തന്നെയായിരിക്കും പാർട്ടിക്ക് പോകുന്നത്. അപ്പോഴേക്കും രേവതി പറഞ്ഞിട്ട്, അതേ മോളെ, ഒരു പക്ഷെ അവൾ പാർട്ടിക്ക് പോയെന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്തായിരിക്കും കേട്ടോ നയന അടിപൊളിയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു ചുരിദാറൊക്കെ ഇട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നത്. ദേവയാനി നയനക്ക് സമ്മാനിച്ച ആ ഒരു ചുരിദാറും ഇട്ടുകൊണ്ട് തന്നെ നയൻ എങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നതും കണ്ടുകൊണ്ട് തന്നെ അനാമികയും രേവതിയും ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് രേവതി ഇങ്ങനെ അനാമികയോട് പറയുന്നുണ്ട്, ഇത് എവിടുന്നാ ഇവൾക്ക് ഇത്ര നല്ല ചുരിദാർ? ഈ ചുരിദാർ ആ സാരിയേക്കാൾ വളരെ നന്നായിട്ടുണ്ടല്ലോ. ആ സാരി മിസ്സായപ്പോഴേക്കും ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇവൾക്ക് എവിടുന്ന് ഈ ചുരിദാർ കിട്ടിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ അനാമികയോട് രേവതി. അപ്പോഴേക്കും അനാമിക പറഞ്ഞിട്ട്, അമ്മേ, എന്നാലും അവൾ ഇത് ഒപ്പിച്ചല്ലോ. ആദർശേട്ടന്റെ കൂടെ അവൾ അങ്ങനെ സന്തോഷമായിട്ട് പാർട്ടിക്ക് പോകുന്നതൊന്നും എനിക്ക് അങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയില്ല അമ്മേ. എനിക്ക് വയ്യ ഇത് കണ്ടോണ്ട് നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ് അനാമിക സങ്കടപ്പെട്ട് നേരെ തന്റെ റൂമിലേക്ക് പോവാണ്. എന്നാൽ ഇതേ സമയത്ത് നയന വളരെയധികം സന്തോഷത്തോടു കൂടെ തന്നെ ആദർശിന്റെ കൂടെ പാർട്ടിക്ക് പോവാൻ ഒരുങ്ങുകയാണ്. അനാമികയെ രേവതി സങ്കടപ്പെട്ട് ഇങ്ങനെ മുറിയിൽ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ ദേവയാനി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ദേവേനി വന്നു പറഞ്ഞിട്ട്, എന്റെ മരുമകളോട് നീയും നിന്റെ അമ്മയും ചെയ്തത് കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തിയാണ്. ആദർശ് മോൻ വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്റെ മരുമകൾക്ക് ആ സാരി വാങ്ങിച്ചു കൊടുത്തത്. എടി, നീയൊക്കെ ചേർന്നത് അതങ്ങ് കത്തിച്ച് കളഞ്ഞില്ലേടി എന്നിങ്ങനെ ദേവേനി ചോദിക്കുന്നത് കേട്ടുകൊടുത്തിട്ട് അനാമികയും രേവതിയും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്താടി ഒന്നും മിണ്ടാത്തത്? എല്ലാം ഞാൻ കണ്ടോണ്ട് നിൽക്കുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നശിപ്പിച്ച് കളഞ്ഞ നയനയുടെ ആ ഒരു സാരിക്ക് പകരമായിട്ട് നിങ്ങൾ തന്നെ അവൾക്കൊരു സാരി വാങ്ങിച്ചു കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഈ വിവരമെല്ലാം തന്നെ ഞാൻ മുത്തശ്ശനെ അറിയിച്ചിരിക്കുമെന്ന് പറയാട്ടോ ദേവയാനി. ആദർശ് മോനും നയനും ഇപ്പൊ പാർട്ടിക്ക് പോയേക്കുവാണ്. അവര് പാർട്ടി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും അതേ വിലയുള്ള അതേപോലെ തന്നെ ഭംഗിയുള്ള നല്ല സാരിയിൽ തന്നെ ആ ഒരു ബെഡിൽ ഉണ്ടായേക്കണം. അത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ എന്റെ മറ്റൊരു മുഖമായിരിക്കും കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനി അവരെ രണ്ടുപേരെയും അങ്ങ് ഭീഷണിപ്പെടുത്തും. അങ്ങനെ ദേവേനി അവർക്ക് താക്കീത് നൽകിക്കൊണ്ട് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് അനാമികക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ട്. എന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ട്, അയ്യോ അമ്മേ, ഇനി നമ്മൾ എന്താ ചെയ്യുക? ആദർശേട്ടൻ വാങ്ങിച്ചു കൊടുത്ത ആ സാരിക്ക് ഒരു 10,000 രൂപ വിലയെങ്കിലും കാണും. അത്രയും കാശ് ഏതായാലും എന്റെ കയ്യിലില്ല. ഇനിയിപ്പോ അമ്മയുടെ കയ്യിലുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങിക്കൊടുക്കുമെന്ന് പറയാട്ടോ അനാമിക. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, എന്റെ അടുത്ത് എവിടുന്നാ മോളെ അത്രമാത്രം കാശ്? ഞാൻ പോലും അത്ര വില കൂടിയ സാരി എടുത്തിട്ടൊക്കെ വർഷങ്ങളായില്ലേ. ഞാൻ ഏതായാലും ഇത് വേണുവേട്ടനെന്ന് വിളിച്ചറിയിക്കട്ടെ. അദ്ദേഹം എവിടുന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ശരി പുതിയൊരു സാരി വാങ്ങിച്ചോണ്ട് തരും എന്നൊക്കെ പറയും. എന്നിട്ട് രേവതി വിളിച്ചിട്ട് ഈ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വേണുവിനെ അറിയിക്കും. എന്നിട്ട് സാരി വേണമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്തിന് വേണുവിന് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അമ്മയും മകളും ഉണ്ടാക്കുന്ന ബാധ്യത തീർക്കുന്നതാണല്ലോ ഇപ്പൊ എന്റെ ജോലി. ആ നയന എന്ന് പറയുന്നവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിന്നെയും അനാമികയും ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. എന്നിട്ടിപ്പോ ആ മൂദേവിക്ക് എന്റെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് സാരി വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരെ എത്തി.
അതെ, എനിക്ക് ഏതായാലും അവൾക്ക് വേണ്ടി ചെലവാക്കാൻ ഒരു ചില്ലി കാശ് പോലും ഞാൻ നിനക്ക് തരില്ല. ഈ ഒരു പേരും പറഞ്ഞ് നീ എന്നെ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേണു ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നതോടുകൂടെ തന്നെ അനാമികയും രേവതിയും ആകെ അങ്ങ് പെട്ടുപോവാണേ. അപ്പോൾ പത്തരമാറ്റ് സീരിയലിൻ്റെ അപ്കമിംഗ് റിവ്യൂസും ഡെയിലി റിവ്യൂസും ഒക്കെ നിങ്ങൾക്ക് എന്നും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.